ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈകുന്നേരങ്ങളിൽ ചായക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു സുഗീൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മൾ കപ്പ് വെച്ച് കപ്പിലേക്ക് ഒരു 2 കപ്പ് മൈദയും അരക്കപ്പ് അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. സുഗീന് നല്ല ക്രിപ്സി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കളറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും ഒരു ശകലം പഞ്ചസാരയും ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ 2 ടീസ്പൂണ് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതും ചേർത്ത് നമ്മുടെ ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ വെള്ളവും ചേർത്ത് ഈ ഒരു രൂപത്തിൽ മാവിനെയാക്കുക. അധികം ലൂസാവാൻ പാടില്ല. ഈ ഒരു ടൈപ്പ് രൂപത്തിൽ നല്ലപോലെ മിക്സ് ചെയ്ത് അതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. സെയിം സമയത്ത് നമ്മൾ 2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു 4 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അതിനെ കഴുകി നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പാത്രം വെച്ച് പാത്രം ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു അരമുറി തേങ്ങ എടുക്കുന്നുണ്ട്. തേങ്ങ അതിലേക്കിട്ട് ചെറിയ രീതിയിൽ ചൂടാക്കി സെറ്റ് ചെയ്തെടുക്കുക. ചൂടായി സെറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ കുക്കറിൽ നമ്മളൊരു 3 വിസിലെടുത്തിട്ടുണ്ട്. ചെറുപയറിന് ചെറിയൊരു വേവേ വേണ്ടു. കാരണം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചല്ലേ, അധികം ഉടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന 2 കപ്പ് ചെറുപയറാണ്. ചെറിയ കപ്പിന് 2 കപ്പ് ചെറുപയറും എടുത്തിട്ടുണ്ട്. അതും തേങ്ങയും കൂടി നല്ലപോലെ മിക്സാക്കി എടുക്കുക. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതിലേക്ക് നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അടുത്തതായി ചേർക്കാൻ പോകുന്നത് നല്ല ജീരകം കൂടി കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഫ്ലേവറിന് വേണ്ടി ചേർക്കാണ് കേട്ടോ. ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ശർക്കര എന്താ പറയുക ഉരുക്കിയെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ വെറും 2 ശർക്കരയെ എടുത്തിട്ടുള്ളൂ കേട്ടോ. 2 കട്ട ശർക്കര ഇതിന് 2 പീസ് ശർക്കര ഇതിന് ആവശ്യമുള്ളൂ. അത് ഉരുക്കി അതിനൊരു അരിപ്പ ഉപയോഗിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഈ പയറ് തേങ്ങ മിക്സിലേക്ക് ചേർത്ത് ഇതുപോലെ നല്ലപോലെ ശർക്കരയുടെ ഗ്രേവിയൊക്കെ വറ്റിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് സുഗീൻ ഉണ്ടാക്കേണ്ട ലാസ്റ്റ് ഘട്ടത്തിലേക്ക് പോവാം. നമ്മൾ നമ്മുടെ ചീനിച്ചട്ടി വെച്ച് ചീനിച്ചട്ടി ചൂടായതിനു ശേഷം ഓയിൽ ഒഴിക്കുന്നുണ്ട്. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ ഒഴിച്ച് അത് ചൂടായി വന്നതിന് ശേഷം നമുക്കിനി സുഗീൻ്റെ പരിപാടിയിലേക്ക് കടക്കാം. സുഗീൻ്റെ മസാല നമ്മൾ ഇതുപോലെ ചെറുപയറും തേങ്ങയൊക്കെ കൂടിയിട്ടുള്ള മസാല ഇതുപോലെ കയ്യിലെടുത്ത് ബോൾ രൂപത്തിലാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇവിടെ ഏകദേശം നമ്മളൊരു 10-13 സുഗീന് റെഡി ചെയ്യുന്നുണ്ട് കേട്ടോ, നമ്മൾ ഈ എടുത്ത ഈ കൂട്ടുകൊണ്ട്. അപ്പോൾ ഈ ബോൾ പോലെ ആക്കി വെച്ച സുഗീനെ നമ്മൾ സുഗീന് വേണ്ടി തയ്യാറാക്കി വെച്ച മൈദയും അരിപ്പൊടിയൊക്കെ ചേർത്ത് വെച്ച അതിലേക്കിട്ട് നല്ലപോലെ മുക്കിയെടുത്ത് നമ്മൾ ഓയിലിട്ട് ഇങ്ങനെ ഓരോ പീസായി നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതാ സുഗീന് നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക ഫ്രൈ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അറ്റ് എ ടൈമിൽ നമ്മൾ കുഞ്ഞു സുഗീനാണ് വീട്ടിൽ ചെയ്തത്. കടയിൽ ചെയ്യുമ്പോൾ വലിയ സുഗീനല്ല, നമുക്കത് വലുതും ചെയ്യാം ചെറുതും ചെയ്യാം കേട്ടോ. നല്ല സൂപ്പർ നല്ല ക്രിപ്സി ആയിട്ടുള്ള സുഗീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഓൾ.